സ്വാഭിമാനം വീണ്ടെടുക്കാനുള്ള 500 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഭഗവാൻ ശ്രീരാമൻ വീണ്ടും അയോധ്യയിലെത്തിയപ്പോൾ നിറഞ്ഞു തുളുമ്പിയത് ഭക്തഹൃദയങ്ങളാണ്. ലോകത്തിന്റെ തന്നെ ചക്രവർത്തിയായാണ് ശ്രീരാമൻ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് മട്ടാഞ്ചേരി TD ക്ഷേത്രം മേൽശാന്തി L. കൃഷ്ണഭട്ട് പറഞ്ഞു. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മട്ടാഞ്ചേരിയിൽ ഒരുക്കിയ പ്രത്യേക ചടങ്ങിനും മഹാആരതിക്കും കൃഷ്ണഭട്ട് നേതൃത്വം നൽകി. അയോധ്യ പ്രാണപ്രതിഷ്ഠ ഹൈന്ദവ സമൂഹം കാത്തിരുന്ന പുണ്യ നിമിഷങ്ങൾ കൺനിറയെ കാണാനായതിൻ്റെ ആഹ്ലാദത്തിലാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ. എറണാകുളം TD അമ്പലത്തിലെ മേൽശാന്തിയായ കൃഷ്ണഭട്ട് L. കൃഷ്ണഭട്ട് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു ധന്യ നിമിഷത്തിൽ അങ്ങയുടെ വലിയൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇവിടെ ആരതിയൊക്കെ ഒഴിഞ്ഞു. അതെ, എങ്ങനെ തോന്നുന്നു? നമ്മൾ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ധന്യ നിമിഷം തന്നെയല്ലേ ഇത്? തീർച്ചയായും 500 വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പായിരുന്നു ഇത്. ആ കാത്തിരിപ്പ് ഇന്നത്തെ ദിവസത്തോടുകൂടി സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഭാരതത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിലും ലോകമെമ്പാടും ശ്രീരാമൻ ഇന്ന് ഒരു ചക്രവർത്തി തന്നെയായിട്ട് അവരോധിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രതിഷ്ഠ കൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ചടങ്ങുകൾ സസൂക്ഷ്മം വീക്ഷിച്ച എല്ലാ ഭക്തജനങ്ങളും മുന്നിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആദർശങ്ങളും അല്ലെങ്കിൽ മുന്നോട്ട് നയിച്ച പാതയും പിന്തുടർന്ന ജീവിതത്തിൽ സ്വപ്നതുല്യമായ അല്ലെങ്കിൽ രാമരാജ്യത്തിന് തുല്യമായ അവസ്ഥകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ പ്രാപിച്ച് ധന്യരായി കാണുവാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ മാതൃകാ പുരുഷന്റെ പാദങ്ങൾ പിന്തുടർന്ന് പോകാനുള്ള ആ വഴികൾ തന്നെ, കാരണം കാലങ്ങളായി അദ്ദേഹത്തിന് മുന്നിൽ നമുക്ക് പൂർത്തിയാക്കാനുണ്ടായിരുന്നത് മഹാക്ഷേത്രം തന്നെയായിരുന്നു, അയോധ്യയിലെ മഹാക്ഷേത്രം. അതിന് അവിടെ കൃത്യമായി തന്നെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആ നിമിഷങ്ങൾ കൺമുന്നിലൂടെ കടന്നുപോയിരിക്കുന്നു. അതിൻ്റെ വലിയൊരു ആഹ്ലാദം തന്നെയല്ലേ ഉള്ളത്, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ കൊച്ചിയിൽ ഒരു 7 കേന്ദ്രങ്ങളിലാണ് ഇതേപോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടിയിരുന്നത്. പിന്നെ ഇപ്പോൾ അന്നദാനത്തോടു കൂടി നമ്മുടെ ഉച്ചവരെയുള്ള പരിപാടികൾ വലിയൊരു വിജയമാണ്. ധാരാളം ഭക്തജനങ്ങളാണ് ഈ പരിപാടിയിൽ പല ഭാഗത്തും പങ്കെടുത്തിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ ഓരോ കേന്ദ്രങ്ങളിലും ഓരോ ഭാഗങ്ങളിലായി വലിയ സ്ക്രീനുകളായിരുന്നു സജ്ജമാക്കിയിരുന്നത്. അവിടെയെല്ലാം തന്നെ ആയിരക്കണക്കിന് ഭക്തരാണ് ഭക്ത്യാദരപൂർവ്വം ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തുകയും ചെയ്തത്. ക്യാമറമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.